ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് ഒരു മിക്സഡ് ഓംലെറ്റ് ഉണ്ടാക്കാം കേട്ടോ. സാധാരണ കുട്ടികൾക്കൊക്കെ മുട്ട കഴിക്കാനായിട്ട് വലിയ ഇഷ്ടമായിരിക്കും. പക്ഷേ വെജിറ്റബിൾ കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടാവുമല്ലോ. അവർക്ക് ഞാനിവിടെ തയ്യാറാക്കുന്ന രീതിയിൽ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്താൽ അവരൊരു മടിയും കൂടാതെ കഴിക്കും കേട്ടോ. അതുപോലെ തന്നെ ഡയറ്റൊക്കെ നോക്കണവർക്ക് ഒരു നേരത്തെ ആഹാരമായിട്ട് ഈ ഓംലെറ്റ് കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയാണ് ഈ ഓംലെറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു സ്പൂണും കൊണ്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തെടുത്താണത്. അത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, മുട്ടയിലേക്ക്. അതുപോലെ ഒരു മുട്ടയ്ക്ക് ഒരു ബീൻസ് എന്നുള്ള അളവിൽ ഞാൻ 3 ബീൻസ് ചെറുതായി അരിഞ്ഞെടുത്താണത്. അതും 2 കാന്താരി മുളക് ചെറുതായി അരിഞ്ഞതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം. കുറച്ച് ക്യാബേജ്, അതും പൊടിയായിട്ട് അരിഞ്ഞതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാബേജ് മുഴുവൻ ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെ അളവ് കൂടുതലോ കുറവോ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ടോ. ഇനി ഇത് നന്നായി മിക്സാക്കി കൊടുക്കണം. കാരണം ആ കുരുമുളകും ഉപ്പും ഇങ്ങനെ കട്ട കൂടി കിടക്കും. അപ്പോൾ അതുകൊണ്ട് ആ പാത്രത്തിൻ്റെ അടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് പാനിലേക്ക് ഒഴിച്ച് ഓംലെറ്റ് തയ്യാറാക്കാം. ഞാനിവിടെ ദോശപ്പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ എണ്ണ എല്ലായിടത്തിലേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓംലെറ്റിൻ്റെ കൂട്ടൊന്ന് ചെറുതായി ഇളക്കിയ ശേഷം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ വെജിറ്റബിൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങിയിട്ട് കിടക്കുക. അപ്പോൾ അതെല്ലാ വശത്തേക്കൊന്ന് സ്പ്രെഡാക്കി പരത്തി കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഓംലെറ്റിൽ നമ്മളിടുന്ന പോലെ കുരുമുളകിൻ്റെ പൊടിയൊക്കെ വിതറി കൊടുക്കാം. ഞാനത് ചെയ്യണില്ല. ഇതൊന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഒരു വശമായിട്ടുണ്ട്. ഞാനിത് മറിച്ചിടാൻ പോവാണ്. മറിച്ചിടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ മറിച്ചിടാൻ. കാരണം വെജിറ്റബിളും സവാളയൊക്കെ ഇങ്ങനെ തെറിച്ച് പോകും ദൂരേക്ക്. അപ്പോൾ പതുക്കെ മറിച്ചിടാം. ഇപ്പോൾ മറ്റേ വശം നമ്മുടെ റെഡി ആയി കഴിഞ്ഞ് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നിങ്ങളിപ്പോൾ ഞാൻ 3 മുട്ടയ്ക്ക് പകരം നിങ്ങൾ ഒരു 6 മുട്ടയൊക്കെ എടുത്തിട്ട് വെജിറ്റബിളും കൂടുതലിട്ടിട്ട് കുറച്ച് കനത്തിൽ ഓംലെറ്റ് തയ്യാറാക്കിയിട്ട് ഞാനിവിടെ മുറിച്ച് വെച്ചേക്കണുണ്ടോ, ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ മുറിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഈ ഓംലെറ്റ് വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റുമാണ് ഈ ഓംലെറ്റിന്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ബായ്.